and also the parent of Hadi Hayan. Hi. അവ ഇഷ്ടത്തോടെ കൈ പിടിച്ചതായിരുന്നു. ഹായ് ഓൾ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ എൻ്റെ ഒരു സാധാരണ ഒരു ദിവസത്തെ ഡേ ഇൻ മൈ ലൈഫാണ് കാണിക്കുന്നത്. അപ്പോൾ ദേ ആദ്യം തന്നെ ഞാൻ അരിയിടാണ് കേട്ടോ. രാവിലത്തെ നാശ്ത പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ ഒരു വീഡിയോയിൽ ഞാൻ എൻ്റെ ഒരു 2-3 സന്തോഷമുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒരു വർഷമായിട്ട് നിങ്ങൾ ഒരുപാട് പേര് ചോദിച്ചുകൊണ്ടിരിക്കുന്നതും ഞാനിങ്ങനെ കാത്തിരുന്ന് വെയിറ്റ് ചെയ്തൊരു കാര്യം കൂടെ ഇതിൽ നമ്മൾ പറയുന്നുണ്ട്, കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ ചുച്ചുക്കുട്ടീൻ്റെ സ്കൂളിൽ ഫംഗ്ഷൻ, ചുച്ചുക്കുട്ടീൻ്റെയും ഹയാൻ്റെയും ഹെയ്സൻ്റെയും സ്കൂളിലൊക്കെ ഒരു ഫംഗ്ഷൻ ഉണ്ട്, അതും കാണിക്കുന്നുണ്ട് കേട്ടോ. ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ കോൺവൊക്കേഷൻ, ഗ്രാജുവേഷൻ സെറിമണി എന്നൊക്കെ പറയില്ലേ. അപ്പോൾ LKG UKG ഒക്കെ കഴിഞ്ഞിട്ട് ഫസ്റ്റ് സ്റ്റാൻഡേർഡിലേക്ക് പോകുമ്പോൾ അവരിങ്ങനെ സർട്ടിഫിക്കറ്റ് ഒക്കെ കൊടുത്തിട്ട് അങ്ങനെ ഒരു സംഭവമാണ്. അതിൽ എൻ്റെ സ്പീച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതേ ഞാൻ ആരെയൊക്കെ ഇട്ടതിന് ശേഷം നേരെ മക്കളെ കുളിപ്പിക്കാനായിട്ട് പോവാണ്. കുളിപ്പിക്കാനായിട്ട് പോകുമ്പോൾ ഓരോരുത്തരെ വരിവരിക്ക് അവിടെ നിർത്തും. റാനക്കുട്ടിയോ ഹയാനോ ഉണ്ടെങ്കിൽ ഒരാളെ കുളിപ്പിച്ച് കഴിഞ്ഞാൽ അടുത്ത ആൾ അവരെ ഏൽപ്പിച്ചിട്ട് ബാത്റൂമിൽ നിന്ന് ഇങ്ങോട്ട് കയറാൻ നിൽക്കില്ല. കയറി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് അങ്ങോട്ട് കയറാനും മടിയായിരിക്കും. അങ്ങനെ അവരുടെ കുളി കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഡ്രസ്സൊക്കെ മാറ്റി കൊടുക്കുന്നതിന് മുമ്പ് വേഗം അലക്കാൻ കുറേ ഉണ്ടായിരുന്നു. ഇട്ട തുണികളും എല്ലാം ഒന്ന് അലക്കി എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഉണങ്ങിയതൊക്കെ ഉണ്ടായിരുന്നു, അതെടുത്ത് മാറ്റി അലക്കാനും കൂടിയിട്ടാണ് കേട്ടോ. പിന്നെ ഹെൽപ്പ് ചെയ്യാനൊന്നും ആരും ഇല്ലാത്ത ദിവസം എന്ന് പറയുമ്പോൾ നല്ല തിരക്കായിരിക്കും. പിന്നെ ഇന്നത്തെ ദിവസം എന്ന് പറയുമ്പോൾ ഒരുപാട് അഡീഷണൽ, നമ്മുടെ നോർമൽ ജോലികളല്ലാണ്ട് അഡീഷണൽ ആയിട്ട് ഒരുപാട് ജോലികളുള്ള ഒരു ദിവസമാണ് കേട്ടോ. ഒരു വീഡിയോയിൽ ഒരു 2 ആഴ്ച മുമ്പ് ഞാൻ ഷൂട്ട് ചെയ്ത് വെച്ചതാണ്. ഷൂട്ട് ചെയ്ത് മാത്രമല്ല എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ആക്കിയിട്ടുണ്ടായിരുന്നു, ലൈവ് മാത്രം ആക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ വീണ്ടും എഡിറ്റ് ചെയ്ത് നമ്മൾ ഇടാണ് കേട്ടോ. കാരണം ഇനിയിപ്പോൾ നോമ്പല്ലേ വരാൻ പോകണം. അപ്പോൾ നോമ്പിന് മുമ്പത്തെ വീഡിയോസ് നമുക്ക് കയ്യിൽ വെച്ചിരുന്നിട്ട് കാര്യമില്ലല്ലോ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ 2 ആഴ്ച മുമ്പ് തന്നെ നമ്മൾ ഈ നമ്മുടെ ഡ്രോയേഴ്സൊക്കെ എല്ലാം എടുത്ത് തുടച്ച് പിന്നെ കൗണ്ടർ ടോപ്പിലുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ ആ ഡ്രോയേഴ്സിൻ്റെ ഉള്ളിൽ വെക്കാനായിട്ട് തീരുമാനിച്ചു. എന്താണെന്ന് വെച്ചാൽ ഇനിയിപ്പോൾ നോമ്പായിട്ട് ഫുള്ള് സാധനങ്ങളും ഒക്കെ ആയിട്ട് ഇങ്ങനെ തിരക്കുമല്ലോ. അപ്പോൾ ആവശ്യമുള്ള സമയത്ത് മാത്രം ആവശ്യമുള്ള എടുത്തിട്ട് അല്ലെങ്കിലും ഈ ഒരു 6 ഡ്രോയേഴ്സ് നമ്മൾ ഇതിനു വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തതായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ വെച്ച് വന്നപ്പോൾ സംഭവങ്ങളൊക്കെ പുറത്തേക്കായി ഡെയിലി ഇങ്ങനെ ഓരോന്ന് എടുക്കണ്ടേന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഈ ഒരു ഇലക്ട്രോണിക്സ് ഐറ്റംസ് എല്ലാം തന്നെ നമ്മൾ ഈ ഡ്രോയേഴ്സിൻ്റെ ഉള്ളിലേക്ക് വെക്കുന്നുണ്ട്. പിന്നെ എൻ്റെ ഒരു പ്ലാൻ എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു ഷട്ടറൊക്കെ വെച്ചിട്ട് അതിനകത്ത് വെക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ വെക്കുമ്പോൾ ഒരുപാട് ബഡ്ജറ്റാവും. അപ്പോൾ പിന്നെ എന്ത് ചെയ്തു, അതെല്ലാം ചുരുക്കിയിട്ട് നമ്മൾ വെറുതെ ഇങ്ങനെ പ്ലെയിൻ ആക്കി ഇടായിരുന്നു കേട്ടോ. അപ്പം ഈ ഒരു ഇലക്ട്രോണിക്സ് എല്ലാം തന്നെ ഇതിനകത്തേക്ക് നമ്മൾ ഒതുക്കി വെക്കുകയാണ്. അപ്പോൾ കാണാനും കൗണ്ടർ ടോപ്പ് ഒന്നും കൂടെ വൃത്തി ഉണ്ടാവുമല്ലോ എന്നുണ്ട്. എത്ര ദിവസത്തിനാണെന്നൊന്നും അറിയില്ല കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഈ ഒരു ക്ലിപ്പ് വേറൊരു ദിവസം ചെയ്തതാണ്. ഇതിൽ നമ്മൾ ആഡ് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. ഇനിയിപ്പോൾ ബാക്കിയുള്ള അന്നത്തെ ദിവസത്തെ കാര്യങ്ങളൊക്കെ നോക്കാം. കുട്ടീനെ കുളിപ്പിച്ചിട്ട് വന്നിട്ട് മോളെ റെഡിയാക്കുകയാണ്. ഞാൻ ഈ ടൈം മാനേജ് ചെയ്യാന്ന് വെച്ചാൽ ഈ ഗ്യാപ്പുകൾ ഉണ്ടാവുമല്ലോ, ഒന്ന് കഴിഞ്ഞത് മനസ്സിൽ തന്നെ ഒരു കാൽക്കുലേഷൻ ഉണ്ടാവും. ഇത് കഴിഞ്ഞാൽ അത് ചെയ്യണം, അതിന്റെ ഗ്യാപ്പിൽ ഇത് ചെയ്യണം എന്നൊക്കെ ഉണ്ട്. അതായത് അരി ഇട്ട് കഴിഞ്ഞ ഉടനെ പോയിട്ട് മക്കളെ കുളിപ്പിച്ചിട്ട് വരിക, കുളിപ്പിച്ച് കഴിഞ്ഞ ഉടനെ അലക്കാനുള്ളത് അലക്കാനിടുക, ഉണക്കാനിടാനുള്ളത് അത് ചെയ്യുക, മടക്കാനുള്ളത് മാറ്റി വയ്ക്കുക. അങ്ങനെ മനസ്സിൽ കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് കേട്ടോ വരുന്നത്. പിന്നെ അങ്ങനെ ഇച്ചു ബേബീനെ ഒന്ന് റെഡിയാക്കിയതിന് ശേഷം നേരെ കിച്ചണിലേക്ക് വന്നു. കുട്ടികൾക്കൊക്കെ ഡ്രസ്സൊക്കെ മാറ്റി കൊടുത്തിട്ട് കിച്ചണിലേക്ക് വന്നതാണ്. അപ്പോൾ ഇന്നത്തെ ഉച്ചയ്ക്കുള്ള ഫുഡ് എന്ന് പറയുമ്പോൾ നോർമൽ റൈസും പിന്നെ അതുപോലെ ഇന്നാള് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് ഒന്ന് കുത്തി വെച്ച് നോക്കാം, മുളയ്ക്കാണെങ്കിൽ നമുക്ക് പിന്നെ കടയിൽ നിന്ന് വാങ്ങണ്ടല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ അതങ്ങനെ നട്ടിട്ടുണ്ട്. മുളച്ച് തരാണെന്നുണ്ടെങ്കിൽ പറയാം കേട്ടോ ഞാൻ. അപ്പോഴേക്കും നമ്മുടെ ചോറ് വെന്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് നമ്മുടെ ചിക്കൻ ഉണ്ടാക്കാനുള്ള സാധനങ്ങളൊക്കെ കട്ട് ചെയ്തെടുക്കുകയാണ്. ഇത് ശരിക്കും പെട്ടെന്ന് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു സംഭവമാണ് കേട്ടോ. പിന്നെ നമ്മൾ ഓൾറെഡി കുറച്ച് സംഭവങ്ങളൊക്കെ കട്ട് ചെയ്ത് വെച്ചതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് ഈ പണി തീർന്ന പോലെ തോന്നി. ഞാൻ അതിന് വേണ്ടിയിട്ട് നമ്മൾ 2 ദിവസം മുമ്പ് നോമ്പിൻ്റെ പ്രിപ്പറേഷന് വേണ്ടിയിട്ട് സംഭവങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പം അതിൻ്റെ ബാലൻസ് ഉള്ള ക്യാപ്സിക്കം കൊടുക്കുകയാണ്. ഇനിയും വെച്ച് കഴിഞ്ഞാൽ അത് നാശമാവും. അപ്പോൾ ഇതിലിട്ട് കഴിഞ്ഞാൽ നമുക്ക് കഴിക്കാനും പറ്റുമല്ലോ. അങ്ങനെ അത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ ഡിൽ ലീഫും ഉണ്ട്. ഇങ്ങനത്തെ സംഭവങ്ങൾ നമ്മൾ പെട്ടെന്ന് തീർക്കണം കേട്ടോ. ഓൾറെഡി ഞാൻ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഇനി ഒരു സ്പൂണോളം ബട്ടറാണ് ഇട്ട് കൊടുക്കുന്നത്. അതൊന്ന് മെൽറ്റായി വരുമ്പോഴേക്കും നമുക്ക് ഗാർലിക് ഇതുപോലെ ക്രഷ് ചെയ്ത് വെച്ചതായിരുന്നു തലേദിവസം.
കുറച്ച് ഉപ്പ്, കുരുമുളക് പൊടി, കുറച്ച് പാപ്രിക്ക പൗഡർ, പിന്നെ സോയാ സോസ്, കെച്ചപ്പ്, ഇതെല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഈ ഒരു കൂടുതൽ മസാലയൊന്നും നമ്മൾ ആഡ് ചെയ്യുന്നില്ല. ഇതൊക്കെയാണ് കേട്ടോ അതിന്റെ ഒരു ടേസ്റ്റ് കൊടുക്കുന്നത്. ഒരു ചൈനീസ് സ്റ്റൈല് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. നമ്മുടെയും അതൊക്കെ കൂടെ മിക്സ് ചെയ്തിട്ടുള്ളത്. ഇനിയിപ്പോ ഇതിലേക്ക് ഞാൻ നമ്മള് നോമ്പിന് പ്രിപ്പറേഷൻ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ, സവാള കട്ട് ചെയ്ത് കുറച്ച് ഉപ്പും കൂടെ മിക്സ് ചെയ്ത് വെച്ചത്, അത് വന്നിട്ട് ഫ്രീസറിൽ അതുപോലെ ആക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും കേടാവില്ല. ടേസ്റ്റിന് ഒരു മാറ്റം ഒന്നും തന്നെ വരുന്നില്ല. ഞാനിതേ കാണിച്ചു തരുന്നുണ്ട്. അതൊക്കെ നേരത്തെ എന്തിനാ കാണിച്ചതെന്ന് വെച്ചാൽ ഞാൻ നോമ്പിന്റെ തലേ ദിവസം പിടിച്ചിട്ട് നിങ്ങൾക്ക് വല്ല ടിപ്സ് കാണിച്ചു തന്നിട്ട് വല്ല ഉപകാരം ഉണ്ടോ, നമ്മൾ ഒരു വീഡിയോ ഇടുന്ന സമയത്ത് അത് കാണുന്നവർക്കും കൂടെ ഉപകാരം ഉണ്ടാവണ്ട. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇത്രയും ദിവസം മുമ്പ് നമ്മൾ ആ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് തന്നെ കുറേ ആൾക്കാർ എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ കൂടുതലും എനിക്ക് സപ്പോർട്ട് ചെയ്തിട്ടുള്ള നല്ല നല്ല കമന്റ്സ് ആണ് വന്നത്. താങ്ക് യു സോ മച്ച്. നിങ്ങളുടെ കമന്റ്സ് ഒക്കെ വായിക്കുന്ന സമയത്തുണ്ടല്ലോ എനിക്ക് ചുറ്റും കുറേ ആൾക്കാർ, നമ്മൾ ഫ്രണ്ട്സ് ഒക്കെ ഇരുന്നിട്ട് നമ്മളെ ഇങ്ങനെ സംസാരിക്കുന്ന ഒരു ഫീലാണ് കേട്ടോ വരാം. പിന്നെ അതേ ഇപ്പൊ ഒഴിച്ചു കൊടുത്തത് വന്നിട്ട് കോൺഫ്ലവർ മാവില്ലേ, അത് കുറച്ച് കലക്കിയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒന്ന് തിക്കായിട്ട് ഇങ്ങനെ ഒരു ഗ്ലേസിങ് കിട്ടും, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. ഈ ഒരു സമയത്താണ് ഞാൻ കെച്ചപ്പ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതിന്റെ ഇടയിൽ നമ്മൾ ക്യാപ്സിക്കവും ഡില്ലും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇത് വന്നിട്ട് ചോന്ന മുളകില്ലേ, നമ്മുടെ ചെടിയിൽ നിന്ന് കിട്ടിയതാണ്, അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. നമ്മുടെ റെസ്റ്റോറന്റിൽ നിന്നൊക്കെ കിട്ടുന്ന ആ ഒരു ടേസ്റ്റിൽ തന്നെ നമുക്ക് കിട്ടും. പിന്നെ ഈ വീഡിയോയിൽ കാണുന്ന സമയത്ത് അടിപ്പിടിച്ച പോലെ കളർ തോന്നും, പക്ഷെ ശരിക്കും നേരിട്ട് കാണുമ്പോൾ അത്രയും ഒരു ഡാർക്ക് കളറൊന്നും ഇല്ല. സോയ സോസ് ഇട്ടുകൊണ്ടാണ് കേട്ടോ ഈ ഒരു കളർ വന്നത്. ഇവിടെയൊക്കെ ഈ തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിൽ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു സംഭവമാണ് നമ്മുടെ ഹെയർ കെയർ എന്നൊക്കെ പറയുമ്പോൾ. മുടി ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും അത് പൊട്ടിപ്പോവും, പിന്നെ കൊഴിഞ്ഞു പോവും, ഭയങ്കര സ്ട്രെങ്തൻ ഇല്ലാതെയൊക്കെ ആയിപ്പോവും. ഈ നമ്മുടെ ഈ ഒരു ലൈഫ് സ്റ്റൈൽ എന്ന് പറയുമ്പോൾ മുടി പൊട്ടിപ്പോകാനുള്ള കുറേ റീസൺസ് ഉണ്ട്. ഒന്ന് പൊല്യൂഷൻ കാരണം, പിന്നെ സണ്ണി വെതേഴ്സ്, പിന്നെ മുടിക്ക് വേണ്ട നോറിഷ്മെന്റ് ഒന്നും കിട്ടാതിരിക്കുന്ന സമയത്ത് മുടിയൊക്കെ ഉണ്ടാവുമെന്നറിയോ. ഇതെന്റെ ഒരു പഴയ മുടിയിലൊന്നാണ് കേട്ടോ, കാണുപോലുമില്ല, അത്രയും തിന്നാണ്. കാണിച്ചാട്ടോ, ഇതിലിങ്ങനെ ഒന്നും കാണുന്നില്ല. ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ വലിക്കുമ്പോഴേക്കും സംഭവം അതേ പൊട്ടി വന്നായി. അത്രയ്ക്കും ബലമില്ലാതിരിക്കുന്ന ഒരു സംഭവമാണ് കേട്ടോ. ഇങ്ങനെ മുടി പൊട്ടാതിരിക്കാനും മുടീനെ വന്നിട്ട് റൂട്ടിൽ നിന്ന് തന്നെ സ്ട്രെങ്തൻ ചെയ്യാനുള്ള രണ്ട് സംഭവങ്ങൾ എന്ന് പറയുമ്പോൾ ഒന്ന് ഹൈബിസ്കസ്, അതായത് ചെമ്പരത്തി പൂവ്, പിന്നെ അതുപോലെ കറി ലീവ്സ്, കറിവേപ്പിലയും കൂടിയാണ്. പണ്ടാലത്ത് നമ്മൾ എണ്ണയൊക്കെ കാച്ചുമ്പോഴില്ല. പക്ഷെ ഇപ്പൊ എന്ന് പറയുമ്പോൾ DIY ഒക്കെ ചെയ്ത് നമ്മളത് ചെയ്യാന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും, നമ്മൾ ചെയ്യൂല. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇപ്പൊ മാമാഅർത്തിന്റെ രണ്ട് അടിപൊളി സംഭവങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. മാമാഅർത്ത് ഹൈബിസ്കസ് ഡാമേജ് റിപ്പയർ ഹെയർ ഓയിൽ, അതേപോലെ തന്നെ മാമാഅർത്തിന്റെ ഹൈബിസ്കസ് ഡാമേജ് റിപ്പയർ ഷാമ്പു ആണ്. ഇതിൽ രണ്ടിലും ഹൈബിസ്കസും കറി ലീവ്സും ആണ് അടങ്ങിയിട്ടുള്ളത്. ഈ ഹൈബിസ്കസും കറി ലീവ്സും നമ്മുടെ മുടിയുടെ ഡാമേജ് ഹെയറിനെ റിപ്പയർ ചെയ്ത് സൂപ്പർ ആക്കി തരും. അതേപോലെ തന്നെ നമ്മുടെ മുടിന്റെ റൂട്ടിനെ തന്നെ സ്ട്രെങ്തൻ ആക്കി ഭയങ്കര സ്ട്രോങ് ആക്കി തരും കേട്ടോ. എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മുടിക്ക് വേണ്ട നോറിഷ്മെന്റ് ഒക്കെ കൊടുത്തിട്ട് അടിപൊളിയാക്കി തരുന്ന സംഭവമാണ് കേട്ടോ. ഓയിൽ വന്നിട്ട് നമ്മുടെ റൂട്ടിൽ നിന്ന് തന്നെ നമുക്ക് ഓയിൽ കൊടുക്കാൻ പറ്റുന്ന പോലെ ഇങ്ങനൊരു ക്യാപ്പ് വരുന്നുണ്ട്. അതേപോലെ ഇത് മാറ്റിയിട്ട് നമുക്ക് ഈ ഒരു കോംബ് ടൈപ്പുള്ള ഈ ഒരു സംഭവം ഫിക്സ് ആക്കി കൊടുക്കാം. അതിനുശേഷം നമുക്ക് തലയിൽ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ സ്കാൽപ്പിലേക്ക് നേരിട്ട് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പൊ നേരിട്ട് നമ്മുടെ സ്കാൽപ്പിലേക്ക് ഇറങ്ങിപ്പോകും. പിന്നെ അതുപോലെ മുടിയുടെ ലെങ്തൻ ഭാഗത്തിന് നമുക്ക് ഇങ്ങനെ ഇത് മാറ്റിയിട്ട് നമുക്ക് നേരിട്ട് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കാനും പറ്റും കേട്ടോ. ഇങ്ങനെയാണ് വരുന്നത് ഓയില്. പിന്നെ നമ്മൾ ഈ ഒരു ഓയിലൊക്കെ തേച്ചിട്ട് കുളിക്കില്ലേ, കുളിക്കുമ്പോൾ മറ്റ് കെമിക്കൽസ് ഒക്കെ യൂസ് ചെയ്ത ഷാമ്പു യൂസ് ചെയ്യുന്നതിനേക്കാളും കുറച്ചും കൂടെ നമുക്ക് നല്ല റിസൾട്ട് കിട്ടുന്ന മാമാഅർത്തിന്റെ ഈ ഒരു ഹൈബിസ്കസ് ഡാമേജ് റിപ്പയർ ഷാമ്പു യൂസ് ചെയ്യുന്നതാണ്. ഇങ്ങനെ ഒരു കൺസിസ്റ്റൻസിയാണ് കേട്ടോ ഷാമ്പുവിനുള്ളത്. അപ്പൊ ഈ രണ്ട് പ്രൊഡക്റ്റ് മാർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഫ്ലിപ്കാർട്ട്, ആമസോൺ, നൈക്ക, പർപ്പിൾ എല്ലാറ്റിലും അവൈലബിൾ ആണ്. അതേപോലെ തന്നെ മാമാഅർത്തിന്റെ വെബ്സൈറ്റിലും ആപ്പിലും അവൈലബിൾ ആണ്. അവരുടെ വെബ്സൈറ്റിനോ ആപ്പിന്നോ വാങ്ങുന്ന സമയത്ത് എന്റെ കൂപ്പൺ കോഡായ സിലു 2024 കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 20% ഡിസ്കൗണ്ടും കിട്ടും. ഇപ്പൊ ഓഫ്ലൈൻ പ്രസൻസും കൂടി ഉണ്ട്. നിങ്ങളുടെ അടുത്തുള്ള ഏതെങ്കിലും ഷോപ്സിൽ കാണണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് എന്നെ ഒന്ന് മെസ്സേജ് ചെയ്യുക. പിന്നെ 2025 ആവുമ്പോഴേക്കും 1 മില്യൺ ട്രീസ് നടണമെന്നുള്ളതാണ് മാമാഅർത്തിന്റെ പ്ലാൻ ഗുഡ്നസ് ഇനീഷ്യേറ്റീവ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ വാങ്ങുന്ന ഓരോ പ്രൊഡക്റ്റിനും അവരൊരു പ്ലാന്റുമായിട്ട് ലിങ്ക് ചെയ്തിട്ട്, അപ്പൊ അതൊരു നല്ലൊരു കാര്യമല്ലേ. അപ്പൊ അതുപോലെ ഞാൻ ഈ പ്രൊഡക്റ്റ് എല്ലാം തന്നെ ടാഗ് ചെയ്ത് കൊടുക്കുന്നുണ്ട്.
പിന്നെ ബാക്കിയുള്ള എൻ്റെ കാര്യങ്ങളൊക്കെ നോക്കട്ടെ. പിന്നെ വാങ്ങാനുള്ള ലിങ്ക് കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, കയറി ചെക്ക് ചെയ്ത് നോക്കട്ടെ. ആ ഒരു ഗ്യാപ്പിൽ ഞാൻ റൂമിൽ പോയി ബെഡൊക്കെ ഒന്ന് കുടഞ്ഞ് വിരിച്ച് ഒക്കെ വന്നിട്ടുണ്ട്. പിന്നെ ഇതേ മക്കൾക്ക് ഇനിയിപ്പോൾ ഫുഡ് കൊടുക്കലാണ് കേട്ടോ നമ്മുടെ പരിപാടി. ഫുഡ് ഇപ്പോൾ കൊടുക്കുന്ന സമയത്ത് കുട്ടികളുണ്ടെന്ന് വെച്ചാൽ അവർക്ക് 2 പേർക്കും 3 പേർക്കും ഒന്നിച്ചാണ് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഒരു പാത്രം കഴിയാൻ മതി. പിന്നെ അതുപോലെ പെട്ടെന്ന് അവർ കഴിക്കുകയും ചെയ്യും, ഒരാൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഒരാളെന്ന് പറഞ്ഞിട്ട്. അപ്പം അങ്ങനെ കേട്ടോ ചെയ്യുക. അപ്പം ഞാൻ ചോറിൻ്റെ കൂടെ അതുപോലെ നെയ്യ്, ചൂടുള്ള ചോറിൻ്റെ കൂടെ നെയ്യ് മിക്സ് ചെയ്തിട്ടാണ് കൊടുക്കുക. കുട്ടികൾക്ക് ഡൈജഷൻ ആണെങ്കിലും വെയിറ്റ് ഗെയിൻ ആണെങ്കിലും ഹെൽത്തിനാണെങ്കിലും നെയ്യ് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ. പിന്നെ അതെ, ഇനിയിപ്പോൾ ഇവരുടെ അംഗങ്ങൾ കാണുന്നതായിരിക്കും വലിയ പരിപാടി. ചില സമയം ചുച്ചുക്കുട്ടിക്കായിരിക്കും വാശി, ചില സമയം ഹെയ്സൂക്കായിരിക്കും വാശി. അപ്പൊ ഇന്നത്തെ ഒരു ദിവസം എന്ന് പറയുമ്പോൾ ഹെയ്സു സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഈ സ്നിക്കേഴ്സിന്റെ ഒക്കെ പരസ്യം കണ്ടിട്ടില്ലേ, വിശന്നാൽ അവൻ അവളല്ലാതാവും, അവനല്ലാതാവും, ഓപ്പോസിറ്റാ പറഞ്ഞത് എന്ന പോലെയാണ് കേട്ടോ ഹെയ്സുക്ക് വിശക്കുന്നതിന് മുമ്പ് നമ്മളെല്ലാം സെറ്റ് ചെയ്തിരുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അവൻ കരച്ചത് തുടങ്ങിയാറുണ്ടല്ലോ, ഒരു 1/2 മണിക്കൂർ കഴിയുന്നവരെ കരഞ്ഞോണ്ടേയിരിക്കും, ആ വിശപ്പ് മാറുന്നവരെ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇന്നത്തെ ദിവസം കുട്ടികൾക്ക് 4 മണിക്ക് സ്കൂളിൽ അവരെ എത്തിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ അടുത്ത് 5 മണിക്കും പോകാനും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഇവരെ റെഡിയാക്കി വിടാനും വേണ്ടിയിട്ട് ഫസ്റ്റ് ചോറൊക്കെ കൊടുത്ത് അവരെ ഒന്ന് റെഡിയാക്കിയിട്ടുണ്ട്. അതിന് ശേഷം ഇവിടെയൊക്കെ ഒന്ന് അടിച്ചുവാരി വൃത്തിയാക്കി എടുക്കാണ് കേട്ടോ. പിന്നെ വേറെ കുറച്ച് പരിപാടി ഇതിൻ്റെ അടിയിൽ കൂടി ഉണ്ടായിരുന്നു, പക്ഷെ ഞാനത് കാണിച്ചിട്ടില്ല. അത് പിറ്റേ ദിവസം ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണിക്കാം കേട്ടോ. അപ്പോൾ അതേ മക്കളൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അവർ സ്കൂളിൽ കൊണ്ട് വിട്ടിട്ട് ആ ഗ്യാപ്പിൽ എനിക്കൊന്ന് ഞാൻ റെഡി ആവണം, കുളിച്ച് റെഡിയായിട്ട് പോകണം. അപ്പം ഞാൻ ഓൾറെഡി ടീച്ചേഴ്സിനൊക്കെ ചോദിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് കറക്റ്റ് ടൈം പറയണം, എങ്കിലും എനിക്ക് അങ്ങനെ വരാൻ പറ്റുള്ളൂ, എൻ്റെ സ്പീച്ച് ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ കേട്ടോ. അവൻ ഇഷ്ടത്തോടെ കൈ പിടിച്ചതായിരുന്നു. അപ്പൊ ഹയാൻകുട്ടൻ സൈക്കിളിൽ പോവാന്ന് പറഞ്ഞു. ബാക്കി 2 കുട്ടികളും അവരുടെ അബീന്റെ കൂടെ സ്കൂളിലേക്ക് പോയിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഞാനിതേ അസറസ്കാരത്തിന് വേണ്ടിയിട്ട് വന്നു കേട്ടോ. അസറസ്കരിച്ചിട്ട് പിന്നെ നമുക്ക് റെഡി ആവാന്ന് വിചാരിച്ചു. അപ്പോഴേക്കും തന്നെ ഞാൻ നല്ലോണം ടയേർഡായിരുന്നു. അപ്പം ഞാൻ എൻ്റെ കസിനെ വിളിച്ച് ചോദിച്ചു അവൾ എത്ര മണിക്കാണ്, അവിടെ പോയിട്ട് എന്നെ വിളിക്കുക, ഈ പരിപാടി തുടങ്ങിയിട്ട് എന്നെ വിളിച്ചാൽ മതി, കുറേ സ്പീച്ചൊക്കെ കേട്ടിട്ട് ഇരിക്കുമ്പോഴേക്കും ലേറ്റ് ആവുമല്ലോ എന്ന് പറഞ്ഞിട്ട്. കാരണം അത്രയും ടൈം ഉണ്ടെങ്കിൽ എനിക്ക് ഇവിടെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. പിന്നെ ഇച്ചു ബേബി ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല, ആള് നല്ല ഉറക്കമായിരുന്നു കേട്ടോ. അപ്പോൾ ഉറങ്ങി എണീറ്റ് പാടാം, അതുകൊണ്ട് എനിക്ക് കുറച്ച് അടിയിൽ കുറച്ച് ഗ്യാപ്പ് കിട്ടിയത്. അപ്പോൾ ഈ ഒരു സൈഡ് ഞാൻ പറയാൻ വിട്ടുപോയ ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഈ ഒരു സൈഡിലെ ഈ വീഡിയോ കാണുന്നതിന് മുമ്പ് 2 ദിവസം മുമ്പ് ഇവിടെയൊക്കെ നിങ്ങൾ എപ്പോഴും ചോദിക്കലില്ലേ ഇതെന്താ മറക്കാത്തത്, ഓപ്പൺ ആണോ, ഇലയും പൊടിയൊക്കെ വീഴില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട്. 1 വർഷം മുമ്പാണ് നമ്മൾ ഈ പുറത്തത്തെ ഈ ഒരു വർക്ക് ഏരിയ ഒക്കെ ഒന്ന് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഈ മറക്കൽ മാത്രം ഞാൻ നിർത്തി വെച്ചിരിക്കുകയായിരുന്നു. കാരണം ബഡ്ജറ്റ് ഓവറായിട്ട് ആ സമയത്ത് എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. നിർത്തി വെച്ചാൽ 1 വർഷം എത്ര വർഷം കഴിഞ്ഞാലും അത് അതേപോലെ തന്നെ ഉണ്ടാവും. അപ്പോൾ ഇനിയിപ്പോൾ നോമ്പ് വരുന്നതിന് മുമ്പ് ഇത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അത്താഴത്തിനൊക്കെ എണീറ്റ് വരുമ്പോൾ എനിക്ക് പേടിയായിരിക്കും. അപ്പോൾ അതിനേക്കാളും നല്ലത് നമുക്ക് മറിക്കാമെന്ന് പറഞ്ഞിട്ട് അത്ത മരിക്കുന്നതിൻ്റെ ഒരാഴ്ച മുമ്പ് തന്നെ ഞാൻ ഇവരെ വിളിച്ച് വരാൻ പറയണം എന്നൊക്കെ വിചാരിച്ചിട്ട് ഇരിക്കുകയായിരുന്നു. അങ്ങനെ പെട്ടെന്നായിരുന്നു അത്താൻ്റെ മരണവും കാര്യങ്ങളൊക്കെ അങ്ങനെ നീണ്ടുപോയി. അപ്പം അങ്ങനെ ഞാൻ വീണ്ടും അവരെ വിളിച്ചിട്ട് അങ്ങനെ വരാൻ പറഞ്ഞ് അവർ വന്നിട്ട് ആ പണിയാണ് കേട്ടോ നടക്കുന്നത്. ഇത് മൊത്തം മറിക്കാൻ എത്ര രൂപ ആയി എന്നൊക്കെ ഞാൻ നെക്സ്റ്റ് വീഡിയോയിലോ അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത വീഡിയോയിലോ പറയപ്പോൾ ഞാൻ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഈ നെറ്റ് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഒരുപാട് കട്ടിയുള്ള അല്ല ഒരുപാട് നൈസും അല്ലാത്ത പോലെയുള്ള ചെറിയ ഹോൾസ് ഉള്ള നെറ്റ് വാങ്ങി. പിന്നെ ഈ ഒരു സൈഡും നമ്മൾ ഡോർ വെക്കാമെന്ന് വിചാരിച്ചു. കാരണം അപ്പുറത്തുനിന്ന് ഇങ്ങനെ ചപ്പ് ചവറൊക്കെ ഇങ്ങനെ കയറി വരാതിരിക്കാനും വേണ്ടിയിട്ട് കേട്ടോ. പിന്നെ ഇതിൽ ഒക്കെ നന്നായിട്ട് വൈറ്റ് പെയിന്റ് അടിക്കാനാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ കാണാനും മൊത്തം നമ്മുടെ വീട് മൊത്തം വൈറ്റ് അല്ല, അപ്പോൾ നല്ല രസമുണ്ടാവും കാണാനും വേണ്ടിയിട്ട്. അപ്പം അങ്ങനെ കുറേ പ്ലാനൊക്കെ ഉണ്ട്. അങ്ങനെ ഇങ്ങനെയും 1 വർഷത്തോളം കാത്തിരുന്ന് മതിയായിട്ട് ചെയ്തൊരു സംഭവമാണ്. പിന്നെ ഇത് നമ്മുടെ ഉള്ളിലത്തെ ഗേറ്റാണ് കേട്ടോ. അതിലിതുപോലെ ഇത്ര ദിവസം ചാക്ക് വെച്ച് മറിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ എന്തെങ്കിലും നെറ്റ് അടിക്കണം എന്നൊക്കെ ഉണ്ട്, രാത്രി കൊതുക് കയറാതിരിക്കാനും വേണ്ടിയിട്ട് കേട്ടോ. പിന്നെ അടുത്തൊരു പരിപാടി എന്ന് പറയുമ്പോൾ ദേ നമ്മുടെ കിച്ചണിൽ ഉള്ളിലത്തെ വൈറ്റ് കിച്ചണിൽ ഒരു ഐലാൻഡ് പോലെ സെൻറ്ററിൽ ഒരു ടേബിൾ വേണമെന്ന് പറഞ്ഞിട്ട് അന്ന് നാനോ വൈറ്റിൻ്റെ പീസ് ഉണ്ടായിരുന്നില്ലേ G9, അത് കട്ട് ചെയ്ത് ഇങ്ങനെ മാറ്റി വെച്ചിരിക്കുകയായിരുന്നു. അവിടെ പുറത്തിട്ടിട്ട് പാവം നല്ലോണം ചളിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ഇവരെ കൊണ്ട് ഞാൻ അതിന് സ്റ്റാൻഡ് പോലെ അടിച്ചു. ആശാരിമാരെ വിളിച്ചാൽ ആധാരം പണയം വെക്കണമെന്ന് പറഞ്ഞ പോലെയാണ് അവസ്ഥ. അപ്പോൾ അതിനേക്കാളും നല്ല ഇവരെ കൊണ്ടാണ് ഇതുപോലെ ഇരുമ്പിൽ സ്റ്റാൻഡ് അടിച്ചിട്ട് അതിൻ്റെ മുകളിൽ ഈ കല്ല് വെക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഐഡിയ പറഞ്ഞു കൊടുത്തതാണ്. അപ്പോൾ അവർ വന്നിട്ട് ഈ ഒരു 4 ഇഞ്ച് സ്റ്റൈൽ ഈ ഒരു X മോഡൽ
മോഡലിൽ ആക്കി തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കിച്ചണിൽ വെക്കുമ്പോൾ ബോറായിട്ടും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഇങ്ങനെ ഇരുമ്പിൽ ഇതുപോലെ പൈപ്പിൽ ഇങ്ങനെ അടിച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഈ നമ്മുടെ നാനോ വൈറ്റ് കയറ്റി വെക്കുക. അതാണ് കേട്ടോ ചെയ്യുന്നത്. നല്ല പയ്യന്മാരാണ് കേട്ടോ. നമ്മുടെ വീട്ടിലേക്ക് പണിക്ക് വന്നതിൽ നല്ല നീറ്റായിട്ട് നമ്മളെ വെറുപ്പിക്കാതെ പണി ചെയ്ത് നമ്മളെ പറ്റിക്കാതെ പണി ചെയ്തതിലുള്ള ഒരു കൂട്ടരാണ് ഈ ഒരു ഷീറ്റ് വർക്കൊക്കെ ചെയ്ത് ഈ പയ്യന്മാർ. നല്ല പയ്യന്മാർ എന്ന് പറഞ്ഞാൽ പറ്റില്ല, നല്ല പയ്യന്മാരാണ്. അപ്പം ഞാനിങ്ങനെ സ്റ്റാൻഡ് അടിച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ പ്ലൈവുഡോ എന്തെങ്കിലും വെച്ചിട്ട് അതിൻ്റെ മുകളിൽ നമ്മുടെ നാനോ വൈറ്റ് ഒട്ടിക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ അവർ പറഞ്ഞു ഇല്ല കുഴപ്പമില്ല താത്ത, ഇതിൻ്റെ മുകളിൽ തന്നെ ഇതുപോലെ സിലിക്കോൺ വെച്ചിട്ട് നമുക്ക് ഒട്ടിച്ചാൽ നിന്നോളും, പേടിക്കേണ്ട, അങ്ങനെ വീഴൊന്നുമില്ല, അവരുടെ വീട്ടിൽ അങ്ങനെ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. എന്നിട്ട് അങ്ങനെ അവർ പറഞ്ഞ പോലെ നേരിട്ട് അതിങ്ങനെ വെച്ചു കൊടുക്കുകയാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ വർഷം നോമ്പിന് മുമ്പൊക്കെ നോമ്പിന് പണി തീരണമെന്ന് വിചാരിച്ചിട്ട് തുടങ്ങിയ പണിയായിരുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു വർഷം കഴിഞ്ഞു കേട്ടോ. ഈ കല്ലൊക്കെ എടുത്തിട്ടൊക്കെ അങ്ങനെ നീണ്ടു പോയതായിരുന്നു. പിന്നെ ഈ എന്താ പറയുക, എൻ്റെ ക്ഷമയുടെ അടയാളമാണ് ഞാൻ ഈ കാണിച്ചിരുന്നത്. ചിലർ പറയും അയ്യോ സിലു ഭാഗ്യവതിയാണ്, സിലു ആഗ്രഹിച്ചൊക്കെ നടക്കുന്ന അങ്ങനെ എങ്ങനെയാണ്. ആക്ച്വലി ഓരോ സംഭവം ഇതേപോലെ മാസങ്ങളും വർഷങ്ങളും ഒക്കെ വെയിറ്റ് ചെയ്ത് കാത്തിരുന്നിട്ടാണ് നമുക്ക് ഓരോന്നും സെറ്റായി വരുന്നത് കേട്ടോ. ഇപ്പോൾ ഒരു ടേബിളിനും അതുപോലെ പുറത്ത് നമ്മളത് മറിക്കാൻ തന്നെ ഒരു വർഷത്തിന് മുകളിൽ ഞാൻ വെയിറ്റ് ചെയ്തിരുന്നിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. പിന്നെ എന്താ പറയുക, നിങ്ങളെപ്പോലെ ഒരുപാട് പേര് പ്രാർത്ഥനയും സപ്പോർട്ടും ഒക്കെ തന്നെയാണ് നമ്മുടെ ഒരു വലിയൊരു ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത്. നിങ്ങളുടെ കമൻസ് ഒക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. ഇതുപോലെ ശരിക്കും പറഞ്ഞാൽ എല്ലാവർക്കും അവനവൻ്റെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചെടുക്കാനായിട്ട് പറ്റും. അതിനു വേണ്ടിയിട്ട് നിങ്ങൾ തീവ്രമായിട്ട് ആഗ്രഹിച്ചാൽ മാത്രം പോരാ, അതിനു വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ പടച്ചോൻ എന്തായാലും നമ്മളെ ഹെൽപ്പ് ചെയ്യും. നമ്മൾ ചെയ്യുന്ന ബിസിനസ് ആണെങ്കിലും എന്താണെങ്കിലും അതിൽ ബർക്കത്ത് എന്നിട്ട് നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ നടക്കും കേട്ടോ. പിന്നെ ഞാൻ കുറേ നേരം ഒരതിയിട്ടാണ് ചില കറകളും ചളികളൊക്കെ പോകുന്നത്. പിന്നെ മൈന്യൂട്ടായിട്ടുള്ള ചില സംഭവങ്ങൾ മാത്രം പോയിട്ടുണ്ടായിരുന്നില്ല, എങ്കിലും എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ തുടച്ചൊന്ന് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഈ കല്ലുകൾ പുറത്തെടുക്കുന്ന സമയത്ത് എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു കേട്ടോ. അതിൽ കറ പിടിക്കോ എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഞാൻ വിട്ട് എന്തോ പഠിച്ചോ വിളിച്ച പോലെ വരുന്നുണ്ട്. അപ്പം ഇത്രയും വിശേഷം അങ്ങനെ പറഞ്ഞാണ്. അതിൻ്റെ ഗ്യാപ്പിൽ ഞാനിതേ കുട്ടിക്ക് ഫുഡ് കൊടുത്തോണ്ടിരിക്കുകയാണ് കേട്ടോ. ഈ ഒരു ഭാഗത്ത് എൻ്റെ ഫസ്റ്റത്തെ പ്ലാൻ തന്നെ അതായിരുന്നു, ഉള്ളിലേക്ക് ഫുഡൊന്നും കൊണ്ടുവരാണ്ട് ഈ ഒരു ഭാഗത്ത് കുട്ടികളൊക്കെ വെച്ചിട്ട് ഫുഡ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിലൊക്കെ നാശാവില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അതും സാധിച്ചിട്ടുണ്ട് അൽഹംദുലില്ലാ. പിന്നെ അങ്ങനെ അത് കഴിഞ്ഞതേ നമ്മൾ റെഡി ആയിട്ടുണ്ട് സ്കൂളിലേക്ക് പോകാനും വേണ്ടിയിട്ട്. ഞാനൊരു 5:45 ആ ഒരു സമയമാകുമ്പോഴാണ് കേട്ടോ ഇറങ്ങുന്നത്. നമുക്ക് ഒരുപാട് നേരം അവിടെ പോയിട്ട് കുട്ടീനെ വെച്ചിട്ട് വെയിറ്റ് ചെയ്തിരിക്കാനും പറ്റില്ലല്ലോ. അപ്പം എൻ്റെ കസിനാണ് പറഞ്ഞത് ബേബിനെ അമ്മാൻ്റെ അവിടെ ആക്കിയിട്ട് വാസലാക്കാം, അപ്പോൾ കുട്ടീനെ വെച്ച് ഒരുപാട് നേരം ഇരിക്കണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അങ്ങനെ ഇച്ചു ബേബീനെ അമ്മാൻ്റെ അടുത്ത് കൊണ്ടാക്കി. പിന്നെ അമ്മാൻ്റെ കൂടെ ഇന്നത്തെ ദിവസം എന്ന് പറയുമ്പോൾ ഷിബിലിയും ഷാഫിയും പിന്നെ കസിനും ഞങ്ങളുടെ എല്ലാവരും മക്കളെ സ്കൂളിലാണ് കേട്ടോ പഠിക്കുന്നത്. അതുകൊണ്ട് അമ്മ ഒറ്റയ്ക്കാണ്ടാവുകൊണ്ട് ഫാമിലിയിലെ വേറൊരു ആൻറ്റീനെ വിളിച്ചിരുത്തി. അപ്പം അങ്ങനെ കുട്ടീനെ അവരത്തെ ഏൽപ്പിച്ചിട്ട് നമ്മളിതേ സ്കൂളിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ സ്കൂളിൽ ഇതേ പരിപാടികളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. കുറേ നേരം സ്പീച്ച് ഉണ്ടായിരുന്നു. ആ സമയത്തൊക്കെ നമുക്ക് ഇങ്ങനെ സങ്കടം വരുമോ, ഇനി കുട്ടികൾ ഇത്രയും നേരം റെഡി ആയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യണ്ടേ എന്ന് പറഞ്ഞിട്ട് കേട്ടോ. ഇത് വന്നിട്ട് എൻ്റെ ആങ്ങളുടെ രണ്ടാമത്തെ കുട്ടിയാണ്. ഇതാണ് എൻ്റെ കസിൻ. പിന്നെ ദേ അപ്പുറത്ത് ഷഫ ഷിബിലൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ. കുട്ടികളുടെ ഈ പരിപാടി നടക്കുന്നതിൻ്റെ തലേ ദിവസമാണ് കേട്ടോ നമ്മൾ കിറ്റിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ പോയി വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ പരിപാടി നടക്കുന്ന ദിവസം രാവിലെ ഞാൻ കിറ്റൊക്കെ പാക്ക് ചെയ്ത് വെക്കണം എന്നൊക്കെ വിചാരിച്ചായിരുന്നു. പക്ഷെ ടൈമിംഗ് നോക്കുന്ന സമയത്ത് അത് പാക്ക് ചെയ്ത് പിന്നെ സ്കൂളിലേക്ക് പോകാനും പറ്റില്ല. അപ്പോൾ സ്കൂളിൽ പോകുന്നത് മിസ്സാവണ്ട, ചുച്ചുക്കുട്ടി പ്രത്യേകിച്ച് പറഞ്ഞാണ് അമ്മി കാണാൻ വരണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് ഇതാവണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കിറ്റ് പാക്കിങ് നമുക്ക് കുറച്ച് ഡിലേ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കിറ്റ് പാക്കിങ് പിറ്റേ ദിവസത്തിലേക്ക് മാറ്റി വെച്ചിട്ട് തിരക്ക് പിടിച്ച് റെഡിയായി വേഗം അതിൻ്റെ രാവിലെ എനിക്ക് വേറെ ഷൂട്ടും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ എല്ലാ പണിയും കഴിഞ്ഞിട്ട് വേഗം സ്കൂളിലേക്ക് പോകുമ്പോഴേക്കും ആകെ ക്ഷീണിച്ച് തളർന്ന്.
Islamic culture. Science exhibition is an e-learning for the valuable education. Thank you for the next honor students to face the challenge. A challenge is both inside and out. Arabic delight, Arabic dance from our girls, and also the parent of Hadi Hayan, Irene Amy Shazen and Hazen of Pristine Creative Kids and Play School. I invite Ms. Salha Begum to deliver a short parental wish. അതിൻ്റെ ഇടയിൽ എൻ്റെ ചെറിയൊരു സ്പീച്ചും കൂടി ഉണ്ടായിരുന്നു. അവർ കുറേ ദിവസം മുമ്പ് എന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കാണെങ്കിൽ തീർത്തും ഒഴിവാക്കാനും പറ്റൂല, ഞാൻ എന്തായാലും സംസാരിക്കണം എന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അറിയാലോ ഇവിടുത്തെ തിരക്കുകളും മൊത്തം നമുക്ക് ഓരോ പണീൻ്റെ ഇടയിൽ കൂടെ പോകുമ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് പ്രിപ്പയർ ചെയ്യാനൊന്നും പറ്റിയില്ല. പക്ഷെ എന്തൊക്കെയോ ആ സമയത്ത് എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. Immediately, Hadi Hayan, Muhammad Team Brazil. പരിപാടികളൊക്കെ കഴിയുമ്പോഴേക്കും ടൈം 10 മണിയോളമായി. പിന്നെ അമ്മ ഒറ്റയ്ക്കാവണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ കുട്ടികളെ അവരെ ഏൽപ്പിച്ചിട്ട് ഞാൻ തിരിച്ചു പോന്നു കേട്ടോ. ബാക്കി ദിയാൻ്റെ ഒരു ഓപ്പണിംഗ് കൂടിയൊക്കെ ഉണ്ടായിരുന്നു, അതൊന്നും കാണാനായിട്ട് നിന്നുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയാണ് ഉള്ളത്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക, പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക, പിന്നെ പറ്റുവാണെങ്കിൽ നമ്മുടെ മക്കളൊന്ന് വിഷ് ചെയ്യുക, അവർക്ക് കുറച്ച് സമ്മാനങ്ങളൊക്കെ കിട്ടിയതല്ലേ. പിന്നെ അതിന് ശേഷം 2 ദിവസം കഴിഞ്ഞിട്ടാണ് കേട്ടോ ഇത് കാണിക്കുന്നത്. പിന്നെ ഇവിടെ പെയിൻ്റ് അടിക്കാനും വേണ്ടിയിട്ട് ആളെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അവർ നിന്ന് പെയിൻ്റ് അടിയും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. പിന്നെ ബിഫോർ ആൻഡ് ആഫ്റ്റർ എങ്ങനെയുണ്ട് ഫുള്ളും പണി കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ, എന്തൊക്കെയാണ് നമ്മൾ ഇവിടെ മൊത്തത്തിൽ മാറ്റം വരുത്തിയിട്ടുണ്ട് എന്നുള്ളത്. പിന്നെന്താണ്, പിന്നെ ഈ ഒരു ഇത് മാറ്റിയിട്ട് ഇവിടെ ചാക്കായിരുന്നു കേട്ടോ ഇത്ര ദിവസം മറിച്ചുകൊണ്ടിരുന്നത്. 1 വർഷം ചാക്ക് മറിച്ച് നമ്മൾ അങ്ങനെ കഴിച്ചു കൂട്ടി ഗൈസ്. പിന്നെ ഇതേ കുക്കിംഗ് ഒക്കെ ഇപ്പുറത്തെ സൈഡിലേക്ക് മാറ്റിയിട്ടുണ്ട്, അവിടെ പെയിൻ്റ് അടിക്കണമായതുകൊണ്ട് മൊത്തം എല്ലാം മലങ്കോലാക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒക്കെ വൃത്തിയാക്കലും ഒക്കെ ആയിട്ട് നല്ലൊരു വീഡിയോ ആയിട്ട് വരാം ഇൻഷാ അല്ലാ. പിന്നെ ഇതേ നമ്മുടെ ഐലാൻഡ് ടേബിളാണ്, ഐലാൻഡ് അതും കൂടെ അതിൻ്റെ താഴെയും കൂടെ പെയിൻ്റ് അടിക്കുന്നുണ്ട്. ഒരു ദിവസത്തിൽ തീരുമെന്ന് വിചാരിച്ചു ഗൈസ്, പക്ഷേ കഴിഞ്ഞില്ല. പിന്നെ പിറ്റേ ദിവസം കൂടെ പെയിൻ്റ് അടിയുണ്ട്, അതൊക്കെ കഴിഞ്ഞിട്ട് കാണിച്ചു തരാം ഇൻഷാ അല്ലാ. എനിക്ക് വേറെ വലിയൊരു പണിയും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നതിന് ഇൻഷാ അല്ലാ.